കേന്ദ്ര സർക്കാരിൻ്റെ ഒരു വിദ്യാഭ്യാസ പരിപാടിയാണ് പി എം ശ്രീ. പി എം ശ്രീ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രധാനമന്ത്രി റൈസിംഗ് സ്കൂൾസ് ഇൻ ഇന്ത്യ എന്നാണ് ആ പദ്ധതിയുടെ പേര്. അതായത് രാജ്യത്ത് സ്കൂളുകളിൽ സെലക്റ്റഡ് ആയിട്ടുള്ള ഒരു 14,000-15,000 സ്കൂളുകളെ എല്ലാ ഫെസിലിറ്റീസും ഉള്ള ഉന്നത വിദ്യാഭ്യാസ സ്ഥാപനങ്ങളാക്കി മാറ്റുക എന്ന നിലയിലാണ് പി എം ശ്രീ എന്ന് പറയുന്ന പദ്ധതി നടപ്പാക്കുന്നത്. ആ പദ്ധതിക്ക് ആ സ്വഭാവത്തിൽ തന്നെ ഒരു പ്രശ്നമുണ്ട്. കാരണം പൊതുവിദ്യാഭ്യാസം എന്ന് പറയുന്ന സാധനം എല്ലാ ആളുകൾക്കും കിട്ടുന്ന വിദ്യാഭ്യാസമാണ്. അതിനകത്ത് പൊതുവായി റീജിയണലായി അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിലെ ഒരു പ്രദേശത്തെ ഒരു സ്കൂൾ 2 സ്കൂൾ എന്ന നിലയിലല്ലാതെ എല്ലാ സ്കൂളുകൾക്കും സാമാന്യം ഭേദപ്പെട്ട സൗകര്യങ്ങൾ ഉണ്ടാക്കുക എന്ന നിലയിലാണ് യഥാർത്ഥത്തിൽ പൊതുവിദ്യാഭ്യാസ മേഖലയെ അങ്ങനെയാണ് കാണുന്നത്. പക്ഷെ അങ്ങനെ കാണുന്നതിന് പകരം ഒരു ബ്ലോക്കിൽ 1-2 സ്കൂളുകൾ മെച്ചപ്പെടുത്തുക. അത് തന്നെ ഇപ്പം അതിനകത്ത് സെലക്ട് ചെയ്യപ്പെടുന്ന കുട്ടികൾ എത്ര ദരിദ്രമായ സാമൂഹ്യാവസ്ഥയിലുള്ള ആളുകളായാലും എത്ര അധസ്ഥിതരായ കുട്ടികളായാൽ പോലും അത്തരം കുറച്ച് കുട്ടികളെ മാത്രം സെലക്ട് ചെയ്ത് അവർക്ക് മെച്ചപ്പെട്ട സൗകര്യങ്ങൾ ഏർപ്പെടുത്തി കൊടുക്കുക എന്ന് പറയുന്നത് വിദ്യാഭ്യാസ സങ്കല്പത്തിൽ യഥാർത്ഥത്തിൽ ഒരു പ്രശ്നം ഉണ്ടാക്കുന്നുണ്ട്. അത് അവിടെ നിൽക്കുമ്പോൾ തന്നെ ഇതിനു വേണ്ടി വരുന്ന ടോട്ടൽ എക്സ്പെൻഡിച്ചറിൽ, അതായത് ഒരു വർഷം 1 കോടി രൂപ വെച്ച് ഒരു സ്കൂളിന് എന്ന നിലയ്ക്ക് സെൻട്രൽ ഗവൺമെൻറ് 60:40, അതായത് 60% സെൻട്രൽ ഗവൺമെൻറ്, 40% സംസ്ഥാന സർക്കാരും ചെലവഴിക്കുന്ന രൂപത്തിലുള്ളൊരു പദ്ധതി എന്ന നിലയ്ക്കാണ് പി എം ശ്രീ നടപ്പാക്കുന്നത്. യഥാർത്ഥത്തിൽ ഒരു ഇൻഫ്രാസ്ട്രക്ചർ പ്രോജക്റ്റാണ്. ഇതിന് പാരലായി NEP, നാഷണൽ എഡ്യൂക്കേഷൻ പ്രോഗ്രാം എന്ന നിലയ്ക്ക് ഒരു NEP 2020 എന്നത് നടപ്പാക്കി വരുന്നുണ്ട്. NEP 2020 നടപ്പാക്കി തുടങ്ങിയതാണ്. പി എം ശ്രീ 2022 നടപ്പാക്കി തുടങ്ങിയതാണ്. അപ്പോൾ NEPയും പി എം ശ്രീയും ഒന്നല്ല, എന്നാൽ 2 സെൻട്രൽ ഗവൺമെൻറ്റിൻ്റെ പദ്ധതികളാണ്. പി എം ശ്രീ പദ്ധതിയുടെ ഭാഗമായി ഏറ്റെടുക്കുന്ന സ്കൂളുകളിൽ NEPയും കൂടി നടപ്പാക്കുക എന്നത് തന്നെയാണ് സെൻട്രൽ ഗവൺമെൻറ് ആലോചിക്കുന്നത്. എന്നാൽ ഓരോ സംസ്ഥാനത്തെയും ആ സംസ്ഥാനത്തെ സ്കൂൾ വിദ്യാഭ്യാസം എന്നത് നമ്മുടെ NEPയുടെ ഭാഗമായി മാറ്റണം എന്നൊന്നും തന്നെ സെൻട്രൽ ഗവൺമെൻറ് ആ നിലയ്ക്ക് പറയുന്നില്ല. പക്ഷേ അതിനുള്ള സമ്മർദ്ദങ്ങൾ നിലനിൽക്കുകയും ചെയ്യുന്നുണ്ട്. അതോടൊപ്പം കുറെ കാലമായി രാജ്യത്ത് നടപ്പാക്കി വരുന്ന വിദ്യാഭ്യാസ മേഖലയിലെ സ്കൂൾ വിദ്യാഭ്യാസം മെച്ചപ്പെടുത്തുന്നതിന് വേണ്ടി നടപ്പാക്കി വരുന്ന പ്രോഗ്രാമാണ് നേരത്തെ ഉണ്ടായിരുന്ന SSA. അതിപ്പം മാറി SSK ആയിട്ടുണ്ട്. സംസ്ഥാനത്തിന് യഥാർത്ഥത്തിൽ SSK ഫണ്ടിൽ ഏകദേശം 1,400-1,500 കോടിയോളം രൂപ കിട്ടാനുമുണ്ട്. ഇത്തരമൊരു സാഹചര്യത്തിലാണ് 2025 ഈ ഫണ്ട് റിലീസ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള ശ്രമങ്ങൾക്കിടയിൽ സെൻട്രൽ ഗവൺമെൻറ് ശക്തമായി ഗവൺമെൻറ്റിനോട് ആവശ്യപ്പെടുന്നത്, നിങ്ങൾ പി എം ശ്രീ MOU ഒപ്പിട്ടാൽ മാത്രമേ SSK ഫണ്ട് റിലീസ് ചെയ്യൂ. യഥാർത്ഥത്തിൽ SSK ഫണ്ടും പി എം ശ്രീയുമായി ഡയറക്റ്റായി ലിങ്കൊന്നുമില്ല. എന്നാൽ പി എം ശ്രീ MOU ഒപ്പിട്ടാൽ മാത്രമേ SSK റിലീസ് ചെയ്യൂ എന്ന ഒരു കടുംപിടുത്തം സെൻട്രൽ ഗവൺമെൻറ് സ്വീകരിച്ചു. ഇതിൽ തമിഴ്നാട് അടക്കമുള്ള ചില സർക്കാരുകൾ ഈ നിലയിൽ NEP നടപ്പാക്കുക അല്ലെങ്കിൽ പി എം ശ്രീ നടപ്പാക്കുന്നതിൻ്റെ ഭാഗമായി മാത്രമേ SSK ഫണ്ട് തരൂ എന്ന നിലപാടിനെതിരായി കോടതിയിൽ പോവുകയോ ഒക്കെ ചെയ്തിട്ടുണ്ട്. അത് കോടതി നടപടികൾ നടന്നു വരികയാണ്. അതിനകത്ത് കോടതി തീരുമാനങ്ങളൊന്നും ഇതുവരെ ആ നിലയ്ക്ക് വന്നിട്ടില്ല. സ്വാഭാവികമായിട്ടും കേരള സർക്കാർ, അന്നത്തെ LDF സർക്കാർ ഇക്കാര്യം പരിശോധിക്കുകയും പരിശോധിച്ചതിൻ്റെ അടിസ്ഥാനത്തിൽ വിദ്യാഭ്യാസ വകുപ്പ് MOU ഒപ്പിടുന്നതാണ് ഗുണകരം, അങ്ങനെ MOU ഒപ്പിട്ട് SSK ഫണ്ട് റിലീസ് ചെയ്യുന്നതാണ് ഗുണകരം എന്ന ഒരു സമീപനം സ്വീകരിക്കുകയും 2025 ഒക്ടോബർ മാസം 23 പൊതുവിദ്യാഭ്യാസ സെക്രട്ടറി സെൻട്രൽ ഗവൺമെൻറ്റുമായി പി എം ശ്രീ MOU ഒപ്പിടുകയും ചെയ്തു. അതേ തുടർന്ന് അത് വലിയ വിവാദമാകുകയും ചെയ്തു. അപ്പം LDFൽ തന്നെയുള്ള ഘടകകക്ഷികൾ ചിലത് ഇതിനകത്ത് ശക്തമായ വിയോജിപ്പ് രേഖപ്പെടുത്തി. LDFനുള്ളിൽ ഇത് വലിയ വിഷയമായി ചർച്ച ചെയ്യപ്പെട്ടു. അതിൻ്റെ അടിസ്ഥാനത്തിൽ തുടർ നടപടികളുമായി മുന്നോട്ട് പോകേണ്ടതില്ല എന്നും തൽക്കാലം ആ നടപടികൾ കെപ്റ്റ് ഇൻ അബെയൻസ് എന്ന രൂപത്തിൽ മാറ്റിവെക്കാനും തീരുമാനിക്കുകയാണ് LDF ചെയ്തത്. എന്നാൽ SSK ഫണ്ട് കിട്ടുന്നതിന് വേണ്ടിയാണെങ്കിൽ പോലും പി എം ശ്രീ പദ്ധതിയിൽ ഒപ്പിടുക എന്ന സമീപനം സ്വീകരിച്ചത്, അതിൻ്റെ MOU വെച്ചത് കേന്ദ്ര സർക്കാരുമായി ഉണ്ടാക്കുന്ന ഒരു ഡീലിൻ്റെ അടിസ്ഥാനത്തിലാണ്, BJPയും LDFും തമ്മിലുണ്ടാക്കിയിട്ടുള്ള ഡീലിൻ്റെ അടിസ്ഥാനത്തിലാണ് എന്നും ആ പദ്ധതിയെ തന്നെ വലിച്ച് അറബിക്കടലിൽ എറിയണം എന്ന നിലയ്ക്കൊക്കെയുള്ള സമീപനമാണ് UDF സ്വീകരിച്ചത്. സ്വാഭാവികമായിട്ട് പ്രതിപക്ഷം എന്ന നിലയ്ക്ക് അവർക്ക് അങ്ങനെ ഒരു സമീപനം സ്വീകരിക്കുകയും ചെയ്യാൻ കഴിയുന്നതാണ്. ഇതിൽ അന്നത്തെ എഡ്യൂക്കേഷൻ മിനിസ്റ്റർ ശ്രീ വി ശിവൻകുട്ടി പി എം ശ്രീ MOU ഒപ്പിട്ടു എന്നതുകൊണ്ട് മാത്രം കേരളത്തിൽ നിലവിലുള്ള വിദ്യാഭ്യാസ പദ്ധതിയിൽ എന്തെങ്കിലും മാറ്റം വരില്ല
സിലബസ് മാറ്റുന്നതിനോ സിലബസിൽ തന്നെ ഈ പറയുന്ന NCERT സിലബസിൽ ജവഹർലാൽ നെഹ്റുവിനെ കുറിച്ച് സ്വാതന്ത്ര്യ സമയത്തെക്കുറിച്ചൊക്കെയുള്ള ഭാഗങ്ങളൊക്കെ ഒഴിവാക്കിക്കൊണ്ട് സിലബസ് വന്നപ്പോൾ അത്തരം ഭാഗങ്ങൾ NCERT കുട്ടികൾക്ക് വേണ്ടി പ്രത്യേകം അച്ചടിച്ച് വിതരണം ചെയ്യുക എന്ന സമീപനം പോലും സ്വീകരിച്ചിട്ടുള്ള LDF സർക്കാർ ഒരു കാരണവശാലും ഏതെങ്കിലും രൂപത്തിൽ പാഠ്യപദ്ധതിയിലോ കരിക്കുലത്തിലോ എന്തെങ്കിലും മാറ്റം വരുത്താൻ ഉദ്ദേശിക്കുന്നില്ല. എന്നാൽ സെലക്ട് ചെയ്യപ്പെടുന്ന ഒന്നോ രണ്ടോ സ്ഥാപനങ്ങളിൽ കേന്ദ്ര സർക്കാരിൽ നിന്ന് കിട്ടുന്ന ഇത്തരത്തിൽ ഫണ്ട് സ്വീകരിക്കേണ്ടതില്ല എന്ന് കരുതിക്കൊണ്ടും അതോടൊപ്പം തന്നെ SSK ഫണ്ട് കിട്ടുന്നതിനും വേണ്ടി എടുത്തിട്ടുള്ള ഒരു താൽക്കാലിക നടപടി മാത്രമാണ് ഇത് എന്ന നിലയ്ക്ക് വിശദീകരിക്കാൻ ശ്രമിക്കുകയുണ്ടായി. പക്ഷേ ആ വിശദീകരണം LDFിൻ്റെ ഉള്ളിൽ പോലും ആ നിലയ്ക്ക് ഫലപ്രദമായില്ല. അതുകൊണ്ടാണ് LDF അത് തൽക്കാലം ക്യാപ്റ്റൻ അബയൻസിലേക്ക് പോകാൻ തീരുമാനിച്ചത്. യഥാർത്ഥത്തിൽ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ ഈ PM ശ്രീ MOU എന്നത് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ മതേതര ക്രെഡൻഷ്യലിനെ അറ്റാക്ക് ചെയ്യുന്നതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഉപകരണമായാണ് UDF ഉപയോഗിച്ചത്. പലയിടത്തും ഇത് ചൂണ്ടിക്കാണിച്ചുകൊണ്ട് ഇത് മാത്രമല്ല മറ്റ് ചില ഘടകങ്ങൾ SIR നടപ്പാക്കുന്നതുമായി ബന്ധപ്പെട്ട് അത് കേരളത്തിലെ ഗവൺമെൻറ്റാണ് നടപ്പാക്കുന്നത് എന്നടക്കമുള്ള കാര്യങ്ങൾ ഉന്നയിച്ചുകൊണ്ട് അതിശക്തമായിട്ടുള്ളൊരു ക്യാമ്പയിൻ UDF മുന്നോട്ട് വെക്കുകയുണ്ടായി. ഏതായാലും കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ 102 സീറ്റ് കിട്ടി UDF അധികാരത്തിൽ വന്നു. സ്വാഭാവികമായി നമ്മൾ പ്രതീക്ഷിക്കുക PMC പദ്ധതി അവർ ഉപേക്ഷിക്കുമെന്നാണ്. MOU വെച്ചിട്ടുള്ള പദ്ധതിയാണെങ്കിൽ പോലും MOU കൊണ്ട് മാത്രം പദ്ധതി നടപ്പാകില്ല. MOU എന്ന് പറഞ്ഞാൽ ധാരണാപത്രമാണ്. അതിൻ്റെ തുടർന്ന് അങ്ങോട്ടേക്ക് ഓരോ സ്കൂളുകളും കേന്ദ്ര ഗവൺമെൻറ്റുമായി വയ്ക്കുന്ന എഗ്രിമെൻറ്റുകളുടെ അടിസ്ഥാനത്തിലാണ് പദ്ധതി നടപ്പാക്കപ്പെടുക. ഓരോ സ്കൂളുകളുടെയും നിലവിലുള്ള നിലവാരം എന്താണ്, അവിടുത്തെ പശ്ചാത്തല സൗകര്യങ്ങൾ എന്താണ്, മറ്റ് ഘടകങ്ങൾ എന്തൊക്കെയാണ് എന്ന് പരിശോധിച്ച് അവിടെ ഉണ്ടാക്കുന്ന മൈക്രോ പ്ലാനിൻ്റെ അടിസ്ഥാനത്തിൽ അവിടെ നടപ്പാക്കേണ്ട വികസന പ്രവർത്തനങ്ങൾ എന്തൊക്കെയാണെന്ന് കണ്ടെത്തി അതിൻ്റെ അടിസ്ഥാനത്തിൽ വയ്ക്കുന്ന എഗ്രിമെൻറ്റിൻ്റെ അടിസ്ഥാനത്തിലാണ് PMC നടപ്പാക്കപ്പെടുക. അല്ലാതെ പൊതുവായി കുറേ ഫണ്ട് സംസ്ഥാനത്തിന് നൽകുകയല്ല. ഐഡൻറ്റിഫൈ ചെയ്തിട്ടുള്ള സ്കൂളുകൾ റോൾ ഔട്ട് ചെയ്യുന്നതിന് ഭാഗമായി കേന്ദ്ര സർക്കാരിന് സമർപ്പിക്കുക. അതിൻ്റെ ഭാഗമായി ഓരോ സ്കൂളിനും വേണ്ടി തന്നെ യഥാർത്ഥത്തിൽ എഗ്രിമെൻറ്റ് വെച്ചുകൊണ്ട് മാത്രമേ PMC നടപ്പാക്കാൻ കഴിയൂ. അപ്പം അതുകൊണ്ട് ഈ പറയുന്ന MOU വെച്ചു എന്നതുകൊണ്ട് PM ശ്രീയുമായി മുന്നോട്ട് പോകണം എന്ന ഒരു സാഹചര്യം യഥാർത്ഥത്തിൽ നിലവിലില്ല. മാത്രമല്ല ഇതുമായി മുന്നോട്ട് പോകുന്നില്ല എന്ന നിലയ്ക്ക് കഴിഞ്ഞ LDF ഗവൺമെൻറ് തീരുമാനമെടുത്ത് അറിയിക്കുകയും ചെയ്തിട്ടുണ്ട്. എഗ്രിമെൻറ്റ് MOU എന്ന രൂപത്തിൽ എഗ്രിമെൻ്റ് ഒപ്പിട്ടിട്ടുണ്ട് എങ്കിൽ പോലും കേന്ദ്ര ഫണ്ട്, അതുപോലെ തന്നെ കരിക്കുലത്തിനകത്ത് വ്യത്യാസം വരില്ല, പാഠ്യപദ്ധതി വ്യത്യാസം വരില്ല തുടങ്ങി അന്ന് കേരളത്തിലെ വിദ്യാഭ്യാസ മന്ത്രി എന്താണോ പറഞ്ഞത് അതേ കാര്യങ്ങൾ തന്നെയാണ് ഇപ്പോൾ UDF ഗവൺമെൻറ്റിൻ്റെ ഭാഗമായി ഇത് സംബന്ധിച്ച് തയ്യാറാക്കപ്പെട്ടിട്ടുള്ള റിപ്പോർട്ടിൽ ഉള്ളത് എന്നാണ് മനസ്സിലാവുന്നത്. യഥാർത്ഥത്തിൽ ഒരു U-ടേൺ ആണ് അക്കാര്യത്തിനകത്ത് ഇപ്പോൾ UDF സ്വീകരിച്ചിട്ടുള്ളത്. കേരളത്തിൻ്റെ പൊതു ഭരണവുമായി ബന്ധപ്പെട്ടുകൊണ്ട് വിദ്യാഭ്യാസ മേഖല മാത്രമല്ല വിവിധ മേഖലകളിൽ UDF ഇപ്പോൾ സ്വീകരിച്ചു കൊണ്ടിരിക്കുന്നത് തെരഞ്ഞെടുപ്പ് കാലത്ത് അല്ലെങ്കിൽ കഴിഞ്ഞ LDF കാലത്ത് അവർ സ്വീകരിച്ചിട്ടുള്ള നിലപാടുകളിൽ നിന്നുള്ള U-ടേൺ ആണ് എന്നതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഉദാഹരണമായി ഇപ്പോൾ PMC മാറുകയാണ്. പക്ഷേ അത് അവിടം കൊണ്ട് നിൽക്കുമോ എന്ന കാര്യത്തിലാണ് എനിക്ക് സംശയമുള്ളത്. കാരണം കേരള സർക്കാർ ഇന്ന് പല കാര്യത്തിലും സ്വീകരിച്ചു കൊണ്ടിരിക്കുന്ന സമീപനം കേന്ദ്ര സർക്കാരുമായി യാതൊരു വിധത്തിലുള്ള സംഘർഷവും ആവശ്യമില്ല, ഗവർണറുമായും യാതൊരു വിധത്തിലുള്ള സംഘർഷവും ആവശ്യമില്ല. കേന്ദ്ര സർക്കാർ മുന്നോട്ട് വെക്കുന്ന നയങ്ങളെ എതിർക്കേണ്ടതില്ല, ആ നയങ്ങൾ തന്നെ തുടരാൻ കഴിയും എന്ന നിലയ്ക്കുള്ളൊരു സമീപനം സ്വീകരിക്കുകയാണ്. സ്വാഭാവികമായും PM ശ്രീയിൽ കേരള ഗവൺമെൻറ് LDF കാലത്ത് സ്വീകരിച്ച SSK ഫണ്ട് കിട്ടുന്നതിന് വേണ്ടി ഇത് ഒപ്പിടുക, അതിന് ഭാഗമായി മറ്റ് കാര്യങ്ങളൊന്നും നടപ്പാക്കുന്നില്ല, NEP നടപ്പാക്കുന്നില്ല തുടങ്ങിയിട്ടുള്ള കാര്യങ്ങൾ തീരുമാനിച്ച് ഫണ്ട് കിട്ടുന്നതിനൊരു സമീപനം സ്വീകരിക്കുക എന്ന നിലയിലായിരുന്നു കണ്ടിരുന്നതെങ്കിൽ അതിൽ നിന്ന് കുറച്ചുകൂടി വ്യത്യസ്തമായി നാഷണൽ എഡ്യൂക്കേഷൻ പോളിസി തന്നെ നടപ്പാക്കുന്ന നിലയിലേക്ക് UDF പോകുമോ എന്ന് സംശയിക്കുന്ന ഒരു സാഹചര്യം ഇന്ന് കേരളത്തിൽ നിലനിൽക്കുന്നുണ്ട്. ഇത് വളരെ അപകടകരമായ ഒരു സാഹചര്യമാണ്. വിദ്യാഭ്യാസ രംഗത്ത് കേന്ദ്ര സർക്കാർ സ്വീകരിച്ചു കൊണ്ടിരിക്കുന്ന കാവ്യവൽക്കരണ നടപടികളോട് സമരസപ്പെട്ടു പോകുക എന്ന ഒരു സമീപനത്തിലേക്ക് UDF വഴുതി മാറുന്നുണ്ട്. അത് കേരളത്തിന് ഗുണകരമായ സാഹചര്യമല്ല എന്നാണ് ഇത് സംബന്ധിച്ച് പറയാനുള്ളത്.